അഡ്വക്കേറ്റ് കെ സരൺകുമാർ, ഇപ്പോൾ അങ്ങ് എത്ര ക്യാമ്പുകളിൽ നേരിട്ട് അവിടുത്തെ സ്ഥിതി കണ്ടു മനസ്സിലാക്കി? കഴിഞ്ഞ തവണത്തിൽ നിന്നും എന്ത് വ്യത്യാസവും എന്ത് തരത്തിലുള്ള കുഴപ്പങ്ങളുമാണ് അങ്ങയുടെ നേരിട്ട് ശ്രദ്ധയിൽപ്പെട്ടത്? ഞാനതിലേക്ക് വരാം. ഈ മിസ്റ്റർ സന്ദീപ് വാര്യർ ഒരു കാര്യം ആദ്യം പറഞ്ഞേ, ഡാം തുറന്നു വിട്ട് ആയിരക്കണക്കിന് ആളുകളെ കൊന്നു എന്നൊരു വാക്ക് പറഞ്ഞു. ഈ ഓരോ ചെറുതായിട്ടൊന്ന് വെടിവെച്ച് മഹാത്മാഗാന്ധിയെ കൊന്നു എന്ന് പറഞ്ഞ കാലത്തെ സന്ദീപ് വാര്യരല്ല ഇപ്പൊ ഈ ആയിരക്കണക്കിന് എന്നൊക്കെ വന്ന് ഇത്തരം ചർച്ചകളിൽ വന്ന് നുണ പറയരുത്. രണ്ടാമത് അദ്ദേഹം പറഞ്ഞു പ്രളയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫണ്ട് പിരിച്ച് നിങ്ങൾ ആ ചൂരപ്പാലം ഇവിടെ പോയി നിലവിലുണ്ടോ കോടികളുണ്ടോ എന്നോ ഒന്ന് കൃത്യമായിട്ട് താങ്കൾ ഇത് കേട്ടിട്ട് ഈ പരിപാടി ഈ ചർച്ച പങ്കെടുക്കുന്നത് വ്യക്തിപരമായി പറഞ്ഞത് മര്യാദകേടാണ്. അത് സ്വരാജ് പറഞ്ഞ കാര്യമാണ്. എന്റെ തലക്കെട്ട് വെക്കാൻ ശ്രമിച്ചു. അതിലെ യാഥാർത്ഥ്യം പലതവണയായി നമ്മൾ കേട്ട് കഴിഞ്ഞതാണ്. പറഞ്ഞതെന്ന് പൊതുസമൂഹത്തിന് അറിയാം. പച്ചയായ നുണ. വി ഡി സതീശന്റെ നുണ പറഞ്ഞാൽ എന്താണ് കേന്ദ്ര ഗവൺമെന്റ് നൽകിയ നിർദ്ദേശം? കനത്തതോ കനത്തതോ അതൊക്കെ കൈവശം പോയി പറഞ്ഞാൽ മതി. പോയി പറഞ്ഞാൽ മതി. പോയി പറഞ്ഞാൽ മതി. കനത്തതോ പറയാൻ നിങ്ങളെ പോലെയല്ല നോണ പറയരുത്. എന്നെ കുറിച്ച് വ്യക്തിപരമായി തിരിച്ചും പറയും. ഉളുപ്പില്ലാത്തവൻ അരുണ് ഉളുപ്പില്ലാത്തവൻ. എന്നെ കുറിച്ച് സ്വരാജ് പറഞ്ഞ കാര്യം എന്റെ തലയിൽ കെട്ടി വെക്കരുത്. നിങ്ങളുടെ സഹപ്രവർത്തകൻ സ്വരാജ് പറഞ്ഞ കാര്യം എന്റെ തലയിൽ കെട്ടി വെക്കരുത്. അത് നിർത്ത്. സ്വരാജ് പറഞ്ഞ കാര്യം നിർത്ത്. സ്വരാജ് പറഞ്ഞ കാര്യം എന്റെ തലയിൽ കെട്ടി വെക്കില്ലേ? അതങ്ങ് പിൻവലിക്ക്. നിങ്ങൾ കള്ളന്മാരല്ലേ? ഡിസാസ്റ്റർ ക്യാമ്പിൽ സാധനം അടിച്ചു മാറ്റിയ കള്ളന്മാരല്ലായിരുന്നു നിങ്ങൾ CPM-കാര്? അരുണ കള്ളന്മാരല്ലേ നിങ്ങൾ? ഡിസാസ്റ്റർ ക്യാമ്പിൽ സാധനം അടിച്ചു മാറ്റിയ കളമശ്ശേരിയിലെ അരുണിന്റെ സഹപ്രവർത്തകരല്ലേ? അടിച്ചു മാറ്റിയ കള്ളന്മാര് കള്ളന്മാര് അരുണിന്റെ ആൾക്കാരല്ലേ? കള്ളന്മാര് എന്നിട്ട് ഉളുപ്പില്ലാതെ പറഞ്ഞ് വ്യക്തിപരമായിട്ട് ആക്ഷേപിച്ചോണ്ടിരിക്കുന്നു. ഉളുപ്പില്ലാതെ ആക്ഷേപിച്ചോണ്ടിരിക്കുന്നു. ചർച്ചയുടെ അവസാന നിമിഷം വരെ പക്വതയോടെ പങ്കെടുത്ത പ്രതിനിധികളാണ് നിങ്ങൾ രണ്ടുപേരും, അരുൺകുമാറും സന്ദീപും. ചർച്ചയുടെ അവസാന നിമിഷം വരെ പക്വതയോടെ സംസാരിച്ചവരാണ് നിങ്ങൾ രണ്ടുപേരും. ഇത് പരസ്പരം മോശം ആരോപണങ്ങളിലേക്ക് കടക്കരുതെന്ന് അഭ്യർത്ഥിക്കാനുണ്ട്. അരുൺകുമാർ ശാഖയിൽ നിന്നും തിരുത്തി വന്നവർ CPM-ലേക്കും വന്നിട്ടുണ്ടല്ലോ. അവരെ നിങ്ങൾ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ പിഴവ് തിരുത്തി വരുന്നവരെ നിങ്ങളും രണ്ട് കൈ നീട്ടി സ്വീകരിച്ചാണ്. അങ്ങനെ പിഴവ് തിരുത്തി എന്ന് പറഞ്ഞിട്ടുള്ള സന്ദീപ് വാര്യരെ ഇനിയും പഴയ ശാഖ വെച്ച് പരിഹസിക്കണോ എന്ന ചോദ്യമുണ്ടല്ലോ അരുൺകുമാർ. അത് വിടൂ. എന്തിനാണ് പണ്ട് അദ്ദേഹത്തിന്റെ പൂർവ്വകാലം പറഞ്ഞുകൊണ്ട് വിമർശിക്കുന്നത്? നമുക്ക് ഇപ്പോൾ നിലവിലെ MLA എന്ന നിലയ്ക്ക് ആ മണ്ഡലവുമായി ബന്ധപ്പെട്ട അങ്ങേക്ക് വേറെ പരാതി ഉണ്ടല്ലോ, അഭിനന്ദ അയച്ചു തന്നല്ലോ, അത് ഉന്നയിക്കാമായിരുന്നല്ലോ അരുൺകുമാർ. ശരി. സന്ദീപ് ദയവ് ചെയ്ത് ഈ ഭാഷ ദയവ് ചെയ്ത് ആരും ഉപയോഗിക്കരുത്. ദയവ് ചെയ്ത് നമ്മൾ ഒരു ദുരന്തമുഖത്തെ നേരിടുന്നതിനെ കുറിച്ചുള്ള ചർച്ചയാണിത്. ദയവ് ചെയ്ത് ഞാൻ രണ്ടുപേരോട് അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് സമയം കഴിഞ്ഞു. പ്ലീസ് സന്ദീപ്, ദയവേത് നിങ്ങൾ വ്യക്തിപരമായ ആക്രമണത്തിൽ കിടക്കരുത്. ഞങ്ങൾ നാളെയും ഒരുമിച്ചിരിക്കേണ്ടവരാണ്. ദയവ് ചെയ്ത് ക്ഷമിക്കൂ. ശരി, വളരെ നന്ദി ശ്രീ സന്ദീപ് വാര്യർ, അഡ്വക്കേറ്റ് കെ സരൺകുമാർ, ശ്രീ N ശ്രീകുമാർ, ശ്രീ വിജി എബ്രഹാം ചർച്ചയിൽ പങ്കെടുത്തതിന്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.